1870-കൾക്ക് ശേഷമാണ് സയൻസ് കൂടുതലായിട്ട് ഈ കടലിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ കണ്ടെത്തി തുടങ്ങുന്നത്. 1872 ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ചലഞ്ചർ എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടീം ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കടലിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. 1875 ഗുവാമിൻ്റെയും പലാവിൻ്റെയും ഇടയിലുള്ള പസഫിക് സമുദ്രത്തിൽ സൗണ്ട് വേവ് ഉപയോഗിച്ചിട്ട് ആ ഭാഗത്ത് എത്ര ആയുണ്ട് എന്നുള്ളത് വലിയ ചെക്ക് ചെയ്യാണ്. ആയങ്ങളിലേക്ക് ശബ്ദതരംഗങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു സമയം നോക്കിയിട്ടാണ് ആ ഭാഗത്ത് കടലിൽ എത്ര ആയുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നത്. അവരുടെ ഗവേഷണം മരിയാന ദ്വീപുകളുടെ അടുത്തെത്തിയപ്പോൾ അവർക്ക് അതുവരെ കിട്ടിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയ വലിയ സംഖ്യകൾ ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ മെഷീൻ്റെ എന്തോ കംപ്ലൈൻ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി മെഷീൻ ചെക്ക് ചെയ്ത് മെഷീന് ഒരു തകരാറും ഇല്ല. അങ്ങനെ അവർ കൺഫേം ചെയ്യാണ് ആ 11 കിലോമീറ്റർ യഥാർത്ഥത്തിൽ ആ കടലിൻ്റെ ആ ഭാഗത്തുള്ള ആയം തന്നെയാണ് എന്നുള്ളത്. മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ ബിൽഡിങ് ബുർജ് ഖലീഫൻ്റെ ഉയരം വെറും 830 മീറ്ററാണ്. അതുപോലെ എവറസ്റ്റ് കൊടുമുടി 9 കിലോമീറ്ററാണുള്ളത്. ഈ എവറസ്റ്റ് കൊടുമുടി ആ ഭാഗത്ത് തലകീയായി വെച്ചാൽ പോലും അതിനേക്കാൾ കൂടുതൽ ആയുണ്ട് എന്നുള്ളതാണ് അവരുടെ മരിയാന ട്രെഞ്ച് എന്ന ആ ഭാഗത്തുള്ള അവസാനത്തെ റിപ്പോർട്ടുകൾ. ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ തപ്പിപ്പോയ സബ്മേഴ്സിബിൾ പിന്നീട് ഒരു റിപ്പോർട്ടും ഇല്ലാതാവുമായിരുന്നു. അങ്ങനെ ടിൻമാർട്ടിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ കൂരിട്ടാണ്, രക്തമുറയുന്ന തണുപ്പും, മുഖത്തിന് നേരെ കൈ പിടിച്ചാൽ പോലും കാണില്ല. ആധുനിക സംവിധാനങ്ങളൊന്നുമില്ലാത്ത 1400 വർഷങ്ങൾക്ക് മുന്നേ ഖുർആനിൽ പറയുന്നുണ്ട് ലം യഖദ് യറാഹ എന്ന്. ആ കടലിലേക്ക് എത്തുമ്പോൾ അവൻ്റെ കൈകൾ പോലും കാണാൻ പറ്റില്ല എന്നാണ്. അല്ലെങ്കിലും ഏതൊരു മനുഷ്യൻ്റേതായാലും കൈയുടെ പള്ളഭാഗം എന്ന് പറഞ്ഞാൽ അത് വെളുത്തിട്ടാണ് ഉണ്ടാകുക. പറയ പോലും കൈവെള്ള എന്നാണ്.